അടുത്തത് NCERTയുടെ എത്ര ഡിജിറ്റ്സ് ഉണ്ട് ഒരു നമ്പറിൽ, അതാണ് നമ്മുടെ അടുത്ത് പറയുന്നത് എത്രമാത്രം വലുതാണ് ആ നമ്പർ എന്ന്. ഇപ്പോൾ നമ്മളൊരു നമ്പർ എഴുതുമ്പം ആ നമ്പർ എങ്ങനെയാണ് വായിക്കുന്നതെന്ന്. ഇപ്പോൾ 4 3 5 7 ഇങ്ങനെ നമ്പർ. ഇതാണ് വൺസ്, ഇത് ടെൻസ്, 1000, 10,000, ലാക്ക്, 10 lakh, ക്രോർ, അങ്ങനെ അങ്ങനെ അങ്ങനെ. ഇന്ത്യൻ സിസ്റ്റം ആണെങ്കിൽ വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, 1000, ലാക്ക്, ക്രോർ. ഇൻ്റർനാഷണൽ സിസ്റ്റം ആണെങ്കിൽ വൺസ്, ടെൻസ്, 100, 1000, മില്യൺ, ബില്യൺ, അങ്ങനെ പോകും. ഇതാണ് ലാക്ക്. 10 lakh 1 million, 10 million 1 crore, 10 crore 100 million, അങ്ങനെ 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 എഴുതും. ഇപ്പം നമ്മളൊരു പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് ഒരു നമ്പറിൻ്റെ, അതായത് ഈ 6ൻ്റെ പ്ലേസ് വാല്യൂ 600. അതെങ്ങനെയാണ് മനസ്സിലായെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ എഴുതണം: വൺസ്, ടെൻസ്, 100. പ്ലേസ് വാല്യൂ ഓഫ് 7 എന്തുമായിരിക്കും? വൺസ്, ടെൻസ്, 100, 1000. അപ്പോൾ 7000 ആയിരിക്കും. ഫേസ് വാല്യൂ എന്ന് വെച്ചാൽ അതിൻ്റെ ജസ്റ്റ് വാല്യൂ. ഇപ്പോൾ 6 × 6 തന്നെ, 7 × 7 തന്നെ. ഇനി റോമൻസിൽ നമ്മൾ എഴുതുന്നത് ഇത് 1 5 10, L 50, C 100, D 500, M 1000. ഈ 3 ടൈംസ് വരെ നമുക്കിത് റിപ്പീറ്റ് ചെയ്യാം. അതായത് ഇപ്പം 20 വേണമെങ്കിൽ ഇത് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താൽ മതി, അപ്പോൾ 20 കിട്ടി. അങ്ങനെ 3 പ്രാവശ്യം വരെ നമുക്ക് ഒരെണ്ണം റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇടുവാണെങ്കിൽ അത് ഇതിനേക്കാളും കുറയ്ക്കണമെന്ന് അർത്ഥം. അതായത് ഇത് 10, ഇത് 1 അല്ലേ. അപ്പോൾ ഫ്രണ്ട് ഇട്ടതുകൊണ്ട് 10 - 1 9. ഇത് കഴിഞ്ഞിടുവാണെങ്കിൽ കൂട്ടണമെന്നാണ് അർത്ഥം. അപ്പോൾ ഇത് 10ൻ്റെ കൂടെ 1 ഇടുമ്പോൾ 10 + 1 11. അടുത്തത് വോൾ നമ്പർ. 2 തരം നമ്പേഴ്സ് ഉണ്ട്. നാച്ചുറൽ നമ്പേഴ്സും ഉണ്ട്, വോൾ നമ്പേഴ്സും ഉണ്ട്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ 1 2 3 4 അങ്ങനെ. വോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 0 1 2 3 4നെയാണ് വോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി അഡിറ്റീവ് ഐഡൻറ്റിറ്റി. അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ഒരു സാധനത്തിൻ്റെ കൂടെ എന്തെങ്കിലും ആഡ് ചെയ്യുമ്പം അത് തന്നെ കിട്ടുവാണെങ്കിൽ, അങ്ങനെയുള്ള സംഭവിക്കുന്നത് 0 ആഡ് ചെയ്യുമ്പോൾ മാത്രമാണ്. അപ്പം അത് തന്നെ കിട്ടും. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി 1ഉമായിട്ട് ചെയ്യുമ്പോൾ നമുക്കത് തന്നെ കിട്ടും. ഇപ്പോൾ 0യും 1ൻ്റെയും കേസിൽ മാത്രമാണ് ഇങ്ങനെ. ഇനി ഒരു ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്തൊക്കെ ചേരുമ്പോൾ നമുക്ക് 12 ആക്കാവുന്നതാണ്. അപ്പം ഇത് ഫാക്ടേഴ്സ് എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 12 എന്തൊക്കെ ചെയ്യുമ്പോഴാണ് 12 കിട്ടുന്നത്? 1 × 12, 2 × 6, 6 × 2, 3 × 4, 4 × 3. അപ്പോൾ അതിനകത്തുള്ള ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ടോ അതെല്ലാം എഴുതണം. അതിനെയാണ് ഫാക്ടേഴ്സ് ഓഫ് 12 എന്ന് പറയുന്നത്. ഇനി ഒരു നമ്പർ 3യുമായിട്ട് ഡിവിസിബിൾ ആണോ എന്നറിയാൻ വേണ്ടി ഇപ്പം 27, ഇത് 3യുമായിട്ട് ഡിവിസിബിൾ ആണോ എന്നറിയാൻ വേണ്ടി ഇത് തമ്മിൽ കൂട്ടണം. അപ്പോൾ 2 + 7 9. 9 3യുമായിട്ട് ഡിവിസിബിൾ ആണോ? അന്ന് 3 × 3 ആണ് 9. അതുകൊണ്ട് 27 3ആയിട്ട് ഡിവിസിബിളാണ്. ഇനി നമുക്കൊരു ലൈൻ എന്ന് പറയുമ്പോൾ ഇതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് ലൈൻ. റേ എന്ന് പറയുന്നത് ഒരു പോയിന്റിൽ നിന്ന് അങ്ങോട്ട് പോകുന്നതാണ്. അത് ഇൻഫിനിറ്റ് ആയിട്ട് പോകും. ഈ ആരോയുടെ അർത്ഥം എന്ന് വെച്ചാൽ ഇൻഫിനിറ്റ് ആയിട്ട് പോകുന്നതാണ് എൻ്റെ അർത്ഥം. ഇതിനെ ലൈൻ സെഗ്മെൻ്റ് എന്ന് പറയും. അതായത് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് പോകുന്നു. ഒരു ലൈനിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അതായത് ഇങ്ങനൊരു ലൈൻ ഉണ്ടെങ്കിൽ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. ഇനി ബേസിക് ആയിട്ടുള്ള ഷേപ്പുകൾ. ട്രയാങ്കിൾ 3 തരം ട്രയാങ്കിളുണ്ട്. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, ഐസോസിലസ് ട്രയാങ്കിൾ, സ്കാലിയൻ ട്രയാങ്കിൾ. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. ഐസോസിലസിൻ്റെ ഈ 2 സൈഡ് ഈക്വൽ ആയിരിക്കും. സ്കേലിയൻ്റെ ഒരു സൈഡും ഈക്വൽ ആയിരിക്കില്ല. ഈ സിമ്പിൾ എന്ന് വെച്ചാൽ ഈക്വൽ ആണെന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അടുത്തത് ഇൻറ്റിജേഴ്സ്. ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത് പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്, ഇൻക്ലൂഡിങ് 0. ഇപ്പം -5ഉം -3യും കൂടി ചേരുമ്പം രണ്ടും കൂടി കൂട്ടിയിട്ട് മൈനസ് ഇടുക. -3 -5 -3. ഈ മൈനസും പ്ലസ് ആവും. അപ്പം -5 + 3 എന്താ? 2. അതിന് ഏറ്റവും വലുത് ഏതാ? അപ്പം ഇതെങ്ങനെ വരുന്നതെന്ന് അറിയാമോ? -5 -3. അപ്പം എന്ത് വരും? -5 + 3. ഇത് കുറയ്ക്കുക. കാരണം ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും ആകുമ്പോൾ കുറയ്ക്കണം. അപ്പം 2 കുറയ്ക്കും. 5 - 3 2 ആണ്. ഇതിലേതാ വലുത്? അതിൻ്റെ സിമ്പിൾ ഇടും. അങ്ങനെയാണ് -2 ആയത്. -4 × -2 8. 2 നെഗറ്റീവ് ആകുമ്പം 8 വരും. -5 -3 അപ്പോൾ എന്ത് വരും? രണ്ടും കൂടി നമ്മൾ കൂട്ടും. ഇതെങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാൽ -5 + -3 എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ -8 വരും. ഇനി ഫ്രാക്ഷൻസ്.
ഫ്രാക്ഷൻസ് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ 3 തരം ഫ്രാക്ഷൻസ് ഉണ്ട്. പ്രോപ്പർ, ഇംപ്രോപ്പർ, മിക്സ്ഡ്. പ്രോപ്പർ എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും p/q ഫോമിലാണ് എഴുതുന്നത്. വേർ q is not equal to 0 എന്നാണ് പറയുന്നത്. ഈ p, if p is less than q, പ്രോപ്പർ. p greater than q ആണെങ്കിൽ ഇംപ്രോപ്പർ. മിക്സ്ഡ് എന്ന് വെച്ചാൽ 2, 1/3 ആ ഫോമാറ്റിൽ എഴുതുന്നതിനാണ് മിക്സ്ഡ് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഇനി